ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല നാടൻ മുട്ടക്കോഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കുക്കറിൽ ഈ മുട്ടക്കോഴി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിക്കാൻ വേണ്ടി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കനിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയിലേക്കുള്ള മഞ്ഞളും മുളകും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 2 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കനിന് ഓൾറെഡി ഉള്ള വെള്ളവും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഉള്ളത് നന്നായിട്ട് അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഈ ചിക്കൻ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഞാൻ കുറച്ചുകൂടെ ചേർക്കുകയാണ്. ഞാൻ മുഴുവൻ ചിക്കൻ ഇതിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഇത്ര ചിക്കനാണ് വരട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതാണ് ഇതിൻ്റെ
വേവിൻ്റെ പാകം, അതായത് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി നന്നായി വരട്ടി എടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ. ഇനിയാണ് നമ്മൾ എരിവിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി ചേർക്കുന്നത്. ആദ്യം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എരിവൊന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുരുമുളക് ചേർത്ത് അതിൻ്റെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ചിക്കന് വരും. അപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയത്, നല്ല നാടൻ മുട്ടക്കോഴി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.